ഹായ് ഗൈസ്. വെറുതെ ബുക്ക് മൈ ഷോയിൽ റിലീസസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ് ഇന്ന് റിലീസ് ആവുന്നതായിട്ട് കണ്ടത്. ഓക്കെ, സൂര്യയുടെ മൂവി ഫസ്റ്റ് ഡേ സീറ്റ് ഉണ്ട്, ടിക്കറ്റ് എടുത്ത് ഒന്നും നോക്കില്ല, നേരെ പോയി. രണ്ട് വാക്കേ എനിക്ക് സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. ബ്യൂട്ടിഫുൾ മൂവി. കാരണം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു പടം കണ്ടിറങ്ങിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, സൂര്യയുടെ ആക്ഷൻ ത്രില്ലർ അല്ലെങ്കിൽ മാസ് ഒക്കെ പ്രതീക്ഷിച്ചു പോകുന്ന കട്ട സൂര്യ ആരാധകന് ചിലപ്പോൾ ഇതൊരു ടോട്ടൽ ഡിസാസ്റ്റർ ആയിട്ടേ തോന്നുള്ളൂ. അങ്ങനത്തെ ഒരു തീമേ അല്ലത്. ഇതൊരു പ്യുവർലി ഫാമിലി ഓറിയന്റഡ് എന്റർടൈനർ ആണ്. ഫാമിലിക്ക് ആ ഒരു രീതി, ഫാമിലി ബോണ്ടിങ്സും ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാർക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിൽ എടുത്തു പറയേണ്ടത് മമിത ബൈജുവിന്റെ ആക്ടിംഗ് ആയിരുന്നു. ഈ പടം പൊട്ടാനുള്ള ഒരു ലെവൽ ഓഫ് ക്യാരക്ടർ ആയിരുന്നു പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത്. ആൻഡ് പുള്ളിക്കാരി ആ ഒരു ലെവൽ വിട്ട് താഴോട്ട് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പുള്ളിക്കാരിയുടെ ക്യാരക്ടർ ഫുള്ള് ക്രിഞ്ച് അടിച്ച് നമുക്ക് ഭയങ്കര ബോറായന. ബട്ട് സ്റ്റിൽ ഷീ ഹാഡ് ദ കോൺഫിഡൻസ് ഇൻ ആക്ടിങ്. അത് വളരെ വൃത്തിയായിട്ട് പുള്ളിക്കാരി ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സൂര്യയുടെ ആക്ടിങ് ഞാൻ പ്രത്യേകിച്ച് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഹി ഡൺ ഹിസ് പാർട്ട് വെരി വെൽ. ആൻഡ് ഇതിലൊരു ഇമോഷണൽ സീൻ ഉണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ദ വേ ഹി ഹാസ് എക്സ്പ്രസ് ദാറ്റ് തിങ്. നല്ലതെന്ന് പറയുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സൂര്യ ഇതിനകത്ത് ഒരു അൾട്രാ റിച്ച് പേഴ്സൺ ആണ്. ആൻഡ് ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു തോട്ട് ഉണ്ട്, നമ്മൾ എവിടെയെങ്കിലും ചെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ സ്ഥലം നമ്മൾ മേടിക്കുന്നു, അവിടെയുള്ള ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു. അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ബട്ട് അത് വളരെ കുറച്ച് മാത്രം. അതൊന്നും ഈ മൂവിയുടെ ഓവറോൾ ഇമ്പാക്റ്റിനെ ഒരിക്കലും അഫക്ട് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ടുകൊണ്ടിരിക്കാൻ അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഫാമിലി തീം റിലേറ്റഡ് മൂവിയാണ്. ഓണമൊക്കെ അടുത്ത സ്ഥിതിക്ക് ഫാമിലിയൊക്കെ ആയിട്ട് പോയി കുറച്ച് ചിരിച്ച് ഇമോഷണലൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സിനിമ നോക്കി നടക്കുകയാണെങ്കിൽ ഡു ട്രൈ വാച്ച് ഇറ്റ്.